ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. ഇന്ന് ഭയങ്കര ചൂടാണ്. ഈ ഇടകളിലെല്ലാം ചൂടായിരിക്കുമെന്നാണ്, അതിഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത്. പത്രവാർത്തയും റേഡിയോ വാർത്തയും ടെലിവിഷൻ വാർത്തയും എല്ലാം ചൂടിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയും ചൂടത്ത് നമ്മളൊരാൾ വരുമ്പം ചായ ഉണ്ടാക്കി കൊടുക്കുക, കാപ്പി ഉണ്ടാക്കി കൊടുക്കുക, നല്ല ചൂടെ ആവി പറക്കുന്ന ഡിക്കോഷൻ കാപ്പി ഒന്നും കൊടുത്താൽ ആരും കുടിക്കുകയില്ല. കുടിക്കുന്നത് ഒരേ ഒരു സംഗതിയാണ്, ഏറ്റവും ഇഷ്ടമായിട്ട് കുടിക്കുന്നത് മോരും മോരായിട്ട് വേണ്ട കേട്ടോ. മോരിനെ നമുക്ക് സംഭാരമാക്കാം, വീട്ടിലുള്ളവർക്കും കുടിക്കാം. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു സംഭാരം ആണ് ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ, ഇതിന് പുളിക്കാത്ത തൈരല്ല, പുളിച്ച തൈര് തന്നെയാണ് വേണ്ടത്. ഇത് ഒരു 250-300 ml തൈരുണ്ട്. ഇത് എടുത്ത് ഉടയ്ക്കണം. നല്ലപോലെ ഉടച്ചിട്ട് വേറൊരു കാര്യം, ഏറ്റവും സംഭാരം ഉണ്ടാക്കാനും മോര് ആക്കാനും നല്ലത് അതിനകത്തെ വെണ്ണ നിങ്ങൾക്ക് കടഞ്ഞു മാറ്റാമെങ്കിൽ ആ വെണ്ണ കഴിക്കുകയും ചെയ്യാൻ. നേരത്തെ പണ്ടൊക്കെ അമ്മൂമ്മമാർ തൈര് ഇങ്ങനെ വലിച്ച് കലക്കുമ്പോൾ കൊച്ചുപിള്ളേർ ചുറ്റും ചെന്ന് നിൽക്കും. അവർക്കെല്ലാം കൈവെള്ളക്കകത്ത് കുറേശ്ശെ പുളിയുള്ള വെണ്ണ വെച്ച് കൊടുക്കും. പുളി എവിടുന്ന് വന്നതാ? ആ മോരിൻ്റെ പുളിയാണ്. നല്ല സ്വാദാണ് അത് കഴിക്കാൻ. അങ്ങനെ ഞാനും ഒക്കെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനതിപ്പോൾ പറയുന്നത്. ഇപ്പോഴാണേലും നമുക്ക് മോര് കൂട്ടാൻ ആ വെണ്ണ മാറ്റിയെടുത്ത് നെയ്യാക്കിയ ശേഷം അത് വേറൊരു ഉപയോഗത്തിനുമുള്ള, ഇങ്ങനെ എല്ലാം നമുക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ആക്കാം പാലിൽ നിന്നും തൈരിൽ നിന്നും ഒക്കെ. ഇതിപ്പം പാട മാറ്റി ഉറച്ചതായി പാല്, അപ്പോൾ കുറച്ച് വെണ്ണ പോയിട്ടുണ്ട്. അതേ പറ്റൂ എന്നെ കൊണ്ടിത് വെണ്ണ എടുക്കാൻ പോകുന്നില്ല. ഈ തൈര് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിക്കുമ്പോൾ ഇത് പതഞ്ഞു വരും. ആ തൈരാണ് നമ്മൾ, നല്ലവണ്ണം പുളിയും വേണം. ആ തൈരിൽ ചില സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സംഭാരം ഉണ്ടാക്കുന്നത്. സംഭാരത്തിന് തീർച്ചയായിട്ടും കുറച്ച് പുളി വേണമെന്നായി. ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, കരിവേപ്പില നമുക്ക് വെറുതെ ഊരിയിട്ടാലും മതി, അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ടീസ്പൂൺ കഷ്ടിച്ച് പാകത്തിന് ഉപ്പ്, പിന്നെ നാരകത്തിൻ്റെ ഇലയെല്ലാം ഇവിടുത്തെ ഉണങ്ങിയാണ് നിൽക്കുന്നത്. പക്ഷേ ആ വേരിൻ്റെ ആ തണ്ടിൻ്റെ ഭാഗത്തൊക്കെ മണമുണ്ട്. ഇലയിലെ മണത്തേക്കാൾ കൂടുതൽ കണ്ടോ, ഇങ്ങനെ കീറുമ്പോൾ നല്ല മണമുണ്ട്. അതുകൊണ്ട് ഇത് കീറി അങ്ങ് ഇട്ടാൽ മതി. നമുക്കിതിൽ എത്ര കരിവേപ്പില വേണമെങ്കിലും ഇടാം. കരിവേപ്പില ഞെരിച്ചിടണം, നാരകത്തിൻ്റെ ഇലയും ഞെരിച്ചിടണം. ഇതൊക്കെ നമ്മളുടെ ഭക്ഷണം ദഹിപ്പിക്കുന്നതിൽ, ദഹനരസങ്ങൾ ഊറി വരാനും എല്ലാം വളരെ സഹായിക്കുന്ന വസ്തുക്കളാണ്. പിന്നെ ഇത് നമുക്കിത്രയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒന്നും രൂക്ഷമായ സ്വാദ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരു മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട്, രാവിലെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പം ഇതെല്ലാം അരിച്ചു മാറ്റി ആ സംഭാരം തന്നെ വേണമെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വായിൽ നിന്നൊന്നും എടുത്ത് കളയുന്ന ബുദ്ധിമുട്ടും അവർക്ക് കൊടുക്കണ്ട. അങ്ങനെയും ഒരു ഗുണമുണ്ട് ഇതിന്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കുക, ദിവസവും ഉണ്ടാക്കുക. നന്ദി, നമസ്കാരം.